നമസ്കാരം. ഇറാന്റെ ആണവ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫക്രുസാദിയെ വകവരുത്തിയതോടുകൂടിയാണ് മൊസാദിന്റെ പേര് വീണ്ടും വാർത്തകളിൽ നിറയുന്നത്. ലോകമെമ്പാടും ആയിരക്കണക്കിന് ഇൻഫോർമർമാർ സൈക്കിൾ തൊട്ട് വിമാനം വരെ ഓടിക്കാനും ഏത് ആയുധം ഉപയോഗിക്കാനും അറിയാവുന്ന കമാൻഡോകൾ, അങ്ങനെ നിരവധിയാണ് മൊസാദിന്റെ വിശേഷങ്ങളും. ഇന്ന് ചർച്ച ചെയ്യുന്നത് ലോകത്തെ വിറപ്പിക്കുന്ന മൊസാദിന്റെ കഥയാണ്. ചിറക് വിരിച്ചു നിൽക്കുന്ന ആ പരുന്താണ് മൊസാദിന്റെ എംബ്ലം. അതിൽ എല്ലാമുണ്ട്. ഏത് ലോകരാജ്യങ്ങളിലെ രഹസ്യവും റാഞ്ചാൻ കേൾപ്പുള്ള പരുന്തുകളാണവ. 1949 ഡിസംബർ 13 രൂപീകരിച്ചതു മുതൽ ആക്രമണങ്ങളുടെ നീണ്ട നിര തന്നെ ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതോടുകൂടിയാണ് 1951 ഏപ്രിലിൽ മൊസാദ് രൂപീകരിച്ചത്. ഇസ്രയേലി പൗരന്മാരെ വധിക്കരുത് എന്ന ഉദ്ദേശം പുലർത്തുന്ന ഈ സംഘടനയ്ക്ക് സഖ്യരാജ്യങ്ങളിൽ വെച്ച് വധം നടത്താൻ അനുവാദവുമുണ്ട്. മൊസാദിന്റെ അംഗങ്ങളിൽ പലരും ഇസ്രയേൽ പ്രതിരോധ സേനയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളവരും അതിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും ആണ്. എങ്കിലും ഇത് ഒരു സൈനിക സ്ഥാപനമല്ല. ഏകദേശം 1600 പേർ ഇതിൽ ഔദ്യോഗികമായി പ്രവർത്തിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും കഠിനമായ പരിശീലനമാണ് ഒരു മൊസാദ് കമാൻഡോയുടേത്. കരയിലും കടലിലും മരുഭൂമിയിലും ലോകത്ത് എവിടെ വെച്ചും പോരാടാൻ അയാൾക്ക് പരിശീലനം ലഭിക്കും. വെള്ളം കുറച്ചുപയോഗിച്ച് എങ്ങനെ മാസങ്ങൾ അതിജീവിക്കാം, ഭക്ഷണമില്ലാതെ എങ്ങനെ ജീവിക്കാം തൊട്ട് സൈക്കിൾ തൊട്ട് വിമാനം വരെ ഓടിക്കാനും പഠിപ്പിക്കും. ലോകത്തിലെ എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കാനും പരിശീലനം നേടും. മൊസാദിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് പോലും അതീവ രഹസ്യമായിട്ടാണ്. കൂട്ടത്തിൽ ഒരാൾ ഒറ്റയാൽ അയാളുടെ ആയുസ് എണ്ണപ്പെട്ടു എന്ന് തന്നെയാണ് നിയമം. ഭൂമിയിൽ അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും മൊസാദ് തങ്ങളുടെ കരുത്തു തെളിയിക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. വിവരശേഖരണം, രാഷ്ട്രീയ കൃത്യനിർവഹണം, വധം, അട്ടിമറി, ഗവേഷണം, സാങ്കേതിക വിദ്യ വികസനം എന്നീ കാര്യനിർവഹണത്തിനായി 8 വകുപ്പുകൾ മൊസാദിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 20ാം കോൺഗ്രസിൽ സ്റ്റാലിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ക്രൂഷ്ചേവ് നടത്തിയ പ്രസംഗം പുറത്തു കൊണ്ടുവന്നത് 1972 മ്യൂണിച്ച് ഒളിമ്പിക്സ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായവരെ വധിച്ചത്, അഡോൾഫ് ഹിച്ച്മാനെ തട്ടിക്കൊണ്ടുപോയത്, ഇറാഖിലെ ഒസിറാഖ് അണുനിലയത്തെക്കുറിച്ച് രഹസ്യവിവരം ശേഖരിച്ച് 1981 ഇസ്രയേലി വ്യോമാക്രമണത്തിലൂടെ അത് തകർത്തത് എന്നിവ മൊസാദിന്റെ പ്രമുഖ ഓപ്പറേഷനുകളാണ്. സ്ഥാപക ഡയറക്ടറായ റൂബൻ ഷിലോവ മുതൽ നിലവിലെ ഡയറക്ടർ യോസി കോഹൻ വരെയുള്ളവർ മൊസാദിന്റെ രഹസ്യ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചിട്ടുള്ളവരാണ്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരുന്നു 1967 യുദ്ധം. അറബ് രാഷ്ട്രങ്ങൾ വളഞ്ഞിട്ട് പോരാടിയിട്ടും എല്ലാവരും തോറ്റമ്പി. കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന കാടൻ തന്ത്രം 1967 അറബ് ഇസ്രയേൽ യുദ്ധത്തോടുകൂടി അവസാനിക്കുകയും ഇസ്രയേൽ ഭൂമി പിടിച്ചെടുത്ത് തങ്ങളുടെ അതിരുകൾ അറബ് ആവാസ പ്രദേശങ്ങളിലേക്ക് നീട്ടുകയും ചെയ്തു. അപ്പോഴേക്കും കൂടുതൽ ഗൂഢവും രചന തരത്തിലുള്ളതുമായ ഒരു അടിച്ചമർത്തൽ ശൈലി ഇസ്രയേൽ സ്വീകരിച്ചു. കൊലപാതകമല്ല എങ്കിൽ രഹസ്യമായിട്ടുള്ള ഇല്ലാതാക്കൽ. മ്യൂണിക് ഒളിമ്പിക്സിലെ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇസ്രയേലിന്റെ തിരിച്ചടിയുടെ പ്രധാന ഭാഗമായി മാറിയ ദ കിഡോൺ, അതായത് കുന്തമുന എന്ന മൊസാദിലെ ഈ ചെറിയ സംഘം കൊലയാളി വിഭാഗം പിന്നെ ലോകം മുഴുവനായിട്ടുള്ള നടപടികൾക്ക് ഉപയോഗിക്കപ്പെട്ടു. ഇനി മൊസാദിന് ആരെയും കൊല്ലാനുള്ള അനുമതി ഉണ്ട് എന്നും കരുതാൻ പാടില്ല. എതിരാളികളുടെ വധങ്ങൾ തോന്നും പോലെ കൈവിട്ടു പോകുമോ എന്ന് ഇസ്രയേലിനും ആശങ്ക ഉണ്ടായിരുന്നു. മൊസാദിന്റെ ആദ്യകാല തലവന്മാരിൽ ഒരാളായ മേയർ അമീറ്റിന്റെ കാലത്തുണ്ടാക്കിയ അതിന്റെ കൊലപാതക നിയമങ്ങളിൽ നിയമ സംവിധാനത്തിന് മുന്നിൽ നിരത്താവുന്ന തരത്തിലുള്ള തെളിവുകളും വ്യക്തമായ രാഷ്ട്രീയ അനുമതിയും വേണമെന്നർത്ഥം. ഗോർഡൻ തോമസിന്റെ ഗിഡിയോൺസ് സ്പൈസ് എന്ന പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ഈ നിയമങ്ങളിൽ ഓരോ കൊലപാതകത്തിനും പ്രധാനമന്ത്രിയുടെ അനുമതി വേണം. ചട്ടമനുസരിച്ചേ എന്തും ചെയ്യാവൂ. തീരുമാനങ്ങളുടെ രേഖകൾ സൂക്ഷിക്കുകയും വേണം. നമ്മുടെ ദൗത്യങ്ങൾ ഭരണകൂടം നടത്തുന്ന കൊലപാതകങ്ങളായി കാണാൻ ഇടവരരുത്. മറിച്ച് രാഷ്ട്രത്തിന് കൊണ്ടുവരാവുന്ന അവസാനത്തെ നിയമ നടപടി എന്ന നിലയ്ക്കായിരിക്കണം അത്. ഒരു ആരാച്ചാറിൽ നിന്നോ നിയമം ഏർപ്പാടാക്കിയ കൊലയാളിൽ നിന്നോ നാം വ്യത്യസ്തരല്ല എന്ന് പറയുന്നുണ്ട്. ഇസ്രയേലിന്റെ ശത്രുക്കൾക്കെതിരെ തീവ്രമായ ആക്രമണങ്ങൾ നടത്തുന്നതായിട്ടുള്ള വിമർശനം മൊസാദിനെതിരെ പലപ്പോഴും ഉയരാറുണ്ട്. കൊലപാതകങ്ങൾ, തട്ടിക്കൊണ്ടുപോകൽ, പീഡിപ്പിക്കൽ എന്നിവയും ഇതിന്റെ ഭാഗമായി മൊസാദ് ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, അന്തർദേശീയ നിയമങ്ങൾ ലംഘിക്കുന്നതായും ആരോപണം ഉയർന്നിട്ടുണ്ട്. ഹമാസ് സൈനിക കമാൻഡർ മഹ്മൂദ് അൽ മഫൂഫ് ദുബായിലെ ഒരു ഹോട്ടലിൽ കൊല ചെയ്യപ്പെട്ടതിന് പിന്നിലും ഇസ്രയേൽ ചാര സംഘടനയായ മൊസാദ് ആണ് എന്നാണ് ശക്തമായി സംശയിക്കപ്പെട്ടത്.
ലോകത്ത് ആദ്യമായി യന്ത്രക്കൊല നടത്തിയത് മൊസാദാണ്. അതായത് ഡ്രോണുകളുടെ രൂപത്തിൽ. നാം എവിടെയാണ് എങ്കിലും റിമോട്ടിൽ നിയന്ത്രിക്കാവുന്ന ഡ്രോൺ ഒരു പറവയെ പോലെ എത്തി കൃത്യം നിർവഹിച്ച് മടങ്ങും. അതാണ് രീതി. ഇപ്പോൾ മൊസാദ് നടത്തുന്ന പല കൊലപാതകങ്ങൾക്ക് പിന്നിലും മനുഷ്യനല്ല, യന്ത്രമാണ്. അതായത് വിഷം കലർത്തിയ ടൂത്ത് പേസ്റ്റ്, ആയുധധാരികളായ ഡ്രോണുകൾ, പൊട്ടിത്തെറിക്കുന്ന മൊബൈൽ ഫോണുകൾ, റിമോട്ട് കൺട്രോൾ ബോംബ് ഘടിപ്പിച്ച സ്പെയർ ടയറുകൾ, റേഡിയേഷൻ. എതിരാളികളെ കൊലപ്പെടുത്താൻ കഴിഞ്ഞ 70 വർഷത്തിനിടെ ഇസ്രയേൽ നടത്തിയ 2700-നടുത്ത് വരുന്ന ശ്രമങ്ങളിൽ ഉപയോഗിച്ച രീതികളിൽ ചിലതാണ് ഇവ. ഇസ്രയേലിന്റെ കൊലപാതക ഓപ്പറേഷനുകളെ പറ്റി വിവരിക്കുന്ന റൈസ് ആൻഡ് കിൽ ഫസ്റ്റ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. എതിരാളികളായ ശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തുക, മുസ്ലിം പുരോഹിതന്മാരുടെ രഹസ്യ പ്രണയബന്ധങ്ങൾ അന്വേഷിക്കുക, അവരെ ഹണി ട്രാപ്പിൽപ്പെടുത്തി വിവരം ചോർത്തുക തുടങ്ങിയവയെല്ലാം ഇസ്രയേൽ ചെയ്യുന്നുണ്ട്. ലോകത്ത് ഏറ്റവും അധികം ചാരപ്പണിയും ശത്രു നിഗ്രഹങ്ങളും നടത്തുന്നത് ഇസ്രയേലാണ് എന്നും പുസ്തകം പറയുന്നു. അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ചാര സംഘടന മൊസാദ്, ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റ്, ഇസ്രയേൽ സൈന്യം തുടങ്ങിയവയുടെ ഭാഗമായ ഉദ്യോഗസ്ഥരിൽ നിന്നാണ് എദിയോട്ട് അഹാരോനോട്ട് പത്രത്തിന്റെ ഇന്റലിജൻസ് കറസ്പോണ്ടന്റായ റോണൻ ബർമാൻ പുസ്തകം തയ്യാറാക്കിയത്. ഇസ്രയേൽ ഗവൺമെന്റ് സ്പോൺസർ ചെയ്യുന്ന കൊലപാതകങ്ങളുടെ ആദ്യത്തെ സമഗ്ര രേഖയാവുകയാണ് ഈ പുസ്തകം. 600 പേജുള്ള പുസ്തകം. 1000 അഭിമുഖങ്ങളും 1000-ഓളം രേഖകളുമുണ്ട്. 6 ഇറാനിയൻ ആണവശാസ്ത്രജ്ഞരെ ഇസ്രയേൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. സൈനിക നീക്കങ്ങളെക്കാൾ ഇസ്രയേൽ നടത്തിയിട്ടുള്ളതും ഇത്തരം കാര്യങ്ങൾ തന്നെയാണ്. ഫലസ്തീൻ നേതാവ് യാസിർ അറാഫത്തിനെ വിഷം നൽകി കൊന്നതാണ് എന്നും റേഡിയേഷൻ ഉപയോഗിച്ചതായും കഴിഞ്ഞ ദിവസം വെളിപ്പെട്ടിരുന്നു. അതേസമയം എങ്ങനെയാണ് അറാഫത്തിനെ കൊലപ്പെടുത്തിയത് എന്ന് വിശദമാക്കാൻ റോണൻ ബർഗ്മാൻ തയ്യാറായിട്ടില്ല. ഇസ്രയേൽ സൈന്യം തന്നെ ഇതിൽ നിന്ന് തടയുന്നതായി ബർഗ്മാൻ പറയുന്നുണ്ട്. താൻ സംസാരിച്ചവരെല്ലാം ഈ നടപടികളെ ന്യായീകരിക്കുകയാണ് ചെയ്തത് എന്നും ഇതെല്ലാം യുദ്ധത്തിന്റെ ഭാഗമായി അംഗീകരിക്കണമെന്ന അഭിപ്രായക്കാരാണ് ഇവരെല്ലാമെന്നും റോണൻ ബർഗ്മാൻ പറയുന്നുണ്ട്. പ്രാചീന യഹൂദരുടെ താൽമഡ് അനുശാസനത്തിൽ നിന്നാണ് പുസ്തകത്തിന് പേര് ലഭിച്ചിരിക്കുന്നത്. ആരെങ്കിലും നിങ്ങളെ കൊല്ലാൻ തയ്യാറെടുക്കുന്നുണ്ട് എങ്കിൽ അയാളെ പെട്ടെന്ന് തന്നെ കൊല്ലൂ എന്നതാണ് അത്. ഇസ്രയേൽ മുൻ പ്രധാനമന്ത്രിമാരായ യഹൂദ് ബറാഖ്, യഹൂദ് ഓൾമാർട്ട് തുടങ്ങിയവരെയൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള മാധ്യമ പ്രവർത്തകനാണ് റോണൻ ബർഗ്മാൻ. എന്നാൽ ഇസ്രയേലി രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ തന്റെ പുസ്തകത്തിൽ ഇടപെട്ടുവെന്ന് ബർഗ്മാൻ ആരോപിക്കുന്നുണ്ട്. തന്റെ അന്വേഷണം എങ്ങനെ തടയാമെന്ന കാര്യം ചർച്ച ചെയ്യാൻ 2010 യോഗം ചേർന്നിരുന്നു. തന്നോട് സംസാരിക്കരുത് എന്ന് മൊസാദ് ഉദ്യോഗസ്ഥരോട് പറയുകയും ചെയ്തിരുന്നു. അമേരിക്കയ്ക്ക് തങ്ങളുടെ ചാരസംഘടനയിലും സുരക്ഷാ ഏജൻസികളിലും ഇസ്രയേലിന് അവരുടേതിൽ ഉള്ളതിനേക്കാൾ നിയന്ത്രണമുണ്ട് എന്നാണ് 2001 സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ശേഷം ഇസ്രയേലിന്റെ രീതികൾ പ്രസിഡന്റ് ജോർജ് W. ബുഷ് ഉപയോഗിച്ചു തുടങ്ങി. ബറാക് ഒബാമയും ഇത്തരം ശത്രു നിഗ്രഹങ്ങൾ തുടർന്നു. കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങൾ, വിവരശേഖരണ രീതികൾ, വാർ റൂമുകൾ, ഡ്രോണുകൾ, മറ്റ് സാങ്കേതിക വിദ്യകൾ തുടങ്ങി US സൈന്യം ഉപയോഗിക്കുന്ന പലതും ഇസ്രയേൽ വികസിപ്പിച്ചതാണ് എന്നാണ് ബർഗ്മാൻ ചൂണ്ടിക്കാട്ടുന്നത്. ഇസ്രയേൽ എന്താഗ്രഹിച്ചാലും മൊസാദ് അത് നടത്തിക്കൊടുക്കും. അതാണ് രീതി. വിമാനം രാഞ്ചാനാണ് എങ്കിൽ അതും നടത്തും. ശീതയുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന 60കളുടെ മധ്യത്തിലാണ് സംഭവം. ആകാശത്തും ഭൂമിയിലും സംഭവിച്ചിട്ടുള്ള മിക്ക കണ്ടുപിടുത്തങ്ങളിലും സോവിയറ്റ് യൂണിയന്റെ കയ്യൊപ്പ് ആദ്യം പതിയുന്ന ഒരു കാലഘട്ടം. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നോക്കാൻ കൂടി കഴിയാത്ത ഇരുമ്പ് മറയ്ക്കുള്ളിൽ സോവിയറ്റ് യൂണിയൻ രാഗി മിനുക്കി ഉണ്ടാക്കിയതാണ് MiG-21 എന്ന അതിശയ യുദ്ധവിമാനം. MiG-21 അമേരിക്കയെക്കാളും ഉറക്കം കെടുത്തിയത് പക്ഷേ ഇസ്രയേലിനെയായിരുന്നു. കാരണം എണ്ണം പറഞ്ഞ ആക്രമണശേഷി സ്വായത്തമാക്കിയ MiG-21 വിമാനങ്ങൾ ഇസ്രയേലിന്റെ ശത്രുക്കളുടെ കൈകളിലെല്ലാം ഉണ്ടായിരുന്നു. ഇറാഖ്, സിറിയ, ഈജിപ്ത് എന്നുവേണ്ട ഒട്ടുമിക്ക അയൽ രാജ്യങ്ങളുടെ കൈകളിൽ MiG-21. അമേരിക്കയുടെ വലം കൈ എന്നറിയപ്പെട്ട ഇസ്രയേലിന് പൊന്നും വിലം നൽകി ചോദിച്ചാലും സോവിയറ്റ് യൂണിയന് കൊടുക്കില്ല എന്നറിയാമായിരുന്നതിനാൽ ഇസ്രയേൽ വ്യോമസേന ആവശ്യം പതിവ് പോലെ മൊസാദിനെയാണ് അറിയിച്ചത്. എവിടെ നിന്നെങ്കിലും ഒരു MiG-21 സ്വന്തമാക്കണം. കിട്ടിയാൽ റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ സാങ്കേതിക വിദ്യ പഠിക്കാം. അതിന് അമേരിക്കയെ കാട്ടി മോഹിപ്പിക്കാം. അവരിൽ നിന്നും കൂടുതൽ ആയുധങ്ങൾ സ്വന്തമാക്കാം. അങ്ങനെ നിരവധി വാഗ്ദാനങ്ങൾ. ആവശ്യം ഒടുവിൽ മൊസാദ് ഏറ്റെടുത്തു. എന്നാൽ മറ്റു ഓപ്പറേഷനുകൾ പോലെ ഇതും കടുപ്പമേറിയത് തന്നെയായിരുന്നു. MiG-21 ഓപ്പറേഷനെ ഡയമണ്ട് ഓപ്പറേഷൻ എന്നായിരുന്നു അവർ വിളിച്ചത്. ജെയിംസ് ബോണ്ട് സിനിമയെ പോലെ പണവും പെണ്ണുമെല്ലാം ഉപയോഗിച്ച് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനാണ് മൊസാദ് തീരുമാനിച്ചത്. 1ലും 2ലും പിഴച്ചു. ഈജിപ്തിൽ നിന്നും ഒരു MiG സ്വന്തമാക്കാനായിരുന്നു മൊസാദ് ആദ്യം പദ്ധതിയിട്ടത്. ഇതിനായി 1960-ൽ മൊസാദിലെ ഒരു രഹസ്യ സംഘം ഈജിപ്തിലെത്തി. ഈജിപ്ത് MiG ഫൈറ്റർ പൈലറ്റിനെ വലയിലാക്കുകയായിരുന്നു ലക്ഷ്യം. വളരെ താമസിക്കാതെ ആബിദ് ഹന്ന എന്ന പൈലറ്റിനെ അവർ കണ്ടെത്തി. എന്നാൽ സ്വന്തം രാജ്യത്തിനെ ഒറ്റുകൊടുക്കാൻ തയ്യാറാവാതിരുന്ന പൈലറ്റ് മൊസാദിന്റെ പദ്ധതിയെക്കുറിച്ച് അധികാരികളെ അറിയിച്ചു.
ഇതോടുകൂടി 2 മൊസാദ് ഏജന്റുമാരുടെ ശരീരം കഴുമരത്തിൽ തൂങ്ങിയാടി. മൊസാദിന്റെ കീർത്തിയും ഭീതിയും ഒരുപോലെ ലോകത്തിന് പുറത്ത് എത്തിച്ചത് 1972 മ്യൂണിച്ച് കൂട്ടക്കൊലയുടെ തിരിച്ചടിയായിരുന്നു. നിരവധി സിനിമകൾക്ക് വരെ പ്രമേയമായിരുന്നു ആ സംഭവകഥ. 1972 വേനൽക്കാല ഒളിമ്പിക്സിൽ പങ്കെടുക്കാനെത്തിയ 9 ഇസ്രയേൽ കായിക താരങ്ങളെയാണ് ബ്ലാക്ക് സെപ്റ്റംബർ എന്ന പലസ്തീൻ ഭീകര സംഘടന തട്ടിയെടുത്ത് തടവിൽ വെച്ച് കൊന്നത്. ലോകം നടുങ്ങിയ ഭീകരാക്രമണമായിരുന്നു അത്. ആധുനിക ഇസ്രയേൽ പിറന്നതിന് ശേഷം യഹൂദ രാഷ്ട്രം നേരിട്ട ഏറ്റവും നടുങ്ങിയ അധ്യായമായിരുന്നു മ്യൂണിക്ക് കൂട്ടക്കൊല. അത്ര പെട്ടെന്ന് മറക്കാൻ അവർക്ക് കഴിയുകയുമില്ല. ഇസ്രയേൽ ജനതയുടെയും ലോകമെമ്പാടുമുള്ള യഹൂദരുടെയും ആത്മവീര്യം തകരാതിരിക്കാൻ ഇസ്രയേലിന് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന ഘട്ടത്തിലാണ് സംഭവം മൊസാദിന് കൈമാറുന്നത്. പല രാജ്യങ്ങളിലും താമസിക്കുന്ന മ്യൂണിക്ക് കൂട്ടക്കൊലയുടെ മുഴുവൻ സൂത്രധാരരെയും ഒന്നൊന്നായി കൊന്നുകളയുക, അങ്ങനെ ബ്ലാക്ക് സെപ്റ്റംബർ എന്ന ഭീകര സംഘടനയുടെ നട്ടെല്ല് തകർക്കുക, അതായിരുന്നു ലക്ഷ്യം. ഉത്തരവാദിത്തമുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന നിലയിൽ ഒരുപാട് അന്താരാഷ്ട്ര നൂലാമാലകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ പദ്ധതിക്ക് പച്ചക്കൊടി കാട്ടാൻ ആദ്യം അന്നത്തെ ഭരണാധിപൻ ഗോൾഡ മേയർ തയ്യാറായില്ല. പക്ഷേ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഭീകരപ്രവർത്തനത്തെ തുടച്ചു നീക്കേണ്ട ആവശ്യത്തിന് മുന്നിൽ അവർക്ക് മറ്റെല്ലാ പരിഗണനകളും മാറ്റിവെക്കേണ്ടി വന്നു. ഒരു നിരപരാധി പോലും കൊല്ലപ്പെടരുത് എന്നും ഉറപ്പ് വരുത്തേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി സിവിലിയൻ ഭരണകൂടത്തിന്റെ ഒരു പ്രത്യേക സമിതിയെ നിയോഗിച്ചു. ഈ സമിതി അന്തിമ അനുമതി നൽകിയാൽ മാത്രമേ മൊസാദിന് ഓരോ ഓപ്പറേഷനുമായും മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ദൗത്യത്തിന് ദൈവത്തിന്റെ പ്രതികാരം എന്നായിരുന്നു അവർ നാമകരണം ചെയ്തത്. ഇസ്രയേലിനു വേണ്ടി ലോകം കൈയടിച്ച ചില ദൗത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു 1976 ഉഗാണ്ടയിൽ നടത്തിയ ഓപ്പറേഷൻ എൻഡബെ. ഇപ്പോഴത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സഹോദരൻ ലഫ്റ്റനന്റ് കേണൽ യോനാഥൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ നടന്ന ആ ഓപ്പറേഷൻ അവിസ്മരണീയമായിരുന്നു. 1976 ജൂൺ 27 സംഭവങ്ങൾ തുടങ്ങുന്നത്. ടെലവീവിലെ ബെൻ ഗുറിയോൺ എയർപോർട്ടിൽ നിന്നും പറന്നുയർന്ന എയർ ഫ്രാൻസ് വിമാനം പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പലസ്തീൻ എന്ന സംഘടനയിൽപ്പെട്ട ഭീകരരും ജർമ്മനിയിൽ നിന്നുള്ള ഭീകരരും ചേർന്ന് റാഞ്ചി. വിമാനത്തിൽ 248 യാത്രക്കാർ പാരീസിലെത്തേണ്ട വിമാനം ഭീകരരുടെ സമ്മർദ്ദ ഫലമായി ഏതൻസ് വഴി തിരിച്ചുവിട്ട് ലിബിയയിലെ ബെംഗസി വിമാനത്താവളത്തിൽ ഇറക്കി. അവിടെ നിന്നും നേരെ ഉഗാണ്ടയിലെ എൻഡബെ വിമാനത്താവളത്തിലേക്ക്. അന്ന് ഉഗാണ്ട ഭരിച്ചിരുന്നത് ഏകാധിപത്യത്തിനും ക്രൂരതയ്ക്കും പേരുകെട്ട ഇദി അമീൻ ആയിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ ഇദി അമീൻ റാഞ്ചിയവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ ലോകം ആശങ്കയിലുമായി. യഹൂദന്മാരും ഇസ്രയേലുകാരുമൊക്കെ ഒഴികെയുള്ള യാത്രക്കാരെ എല്ലാം ഭീകരർ 2 ദിവസത്തിനുള്ളിൽ മോചിപ്പിച്ചു. അവശേഷിച്ചത് 94 യാത്രക്കാരും 12 വിമാന ജീവനക്കാരും ഉൾപ്പെടെ 106 പേർ. അമീന്റെ സൈന്യം കൂടി രംഗത്തെത്തിയതോടുകൂടി സ്ഥിതി രൂക്ഷമായി. ഇദി അമീനുമായി ചർച്ച നടത്താൻ ഇസ്രയേൽ ശ്രമിച്ചുവെങ്കിലും തീവ്രവാദികൾക്ക് പിന്തുണ നൽകുന്ന നടപടികളിൽ നിന്ന് അമീൻ പിന്മാറിയില്ല. ഒടുവിൽ മൊസാദാണ് രക്ഷയ്ക്കെത്തിയത്. മൊസാദിന്റെ പദ്ധതി പ്രകാരം ഇസ്രയേലി സൈന്യം 4 ഹെർക്കുലിസ് ഹെലികോപ്റ്ററിൽ എൻഡബെ ലക്ഷ്യമാക്കി തിരിച്ചു. സിനായി മരുഭൂമിയിലെ ഷാറം എൽ ഷെയ്ഖിൽ ഈ സംഘം ലാൻഡ് ചെയ്തു. അവിടെ നിന്നും കമാൻഡർ യോനാഥൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ 3 വിമാനത്തിൽ 29 പേർ എൻഡബെ വിമാനത്താവളം ലക്ഷ്യമാക്കി പറന്നു. ജൂലൈ 4 രാത്രിയിൽ ആദ്യ വിമാനം എൻഡബെ വിമാനത്താവളത്തിൽ പറന്നിറങ്ങി. ഉഗാണ്ടൻ സൈന്യത്തെ വിമാനത്തിന്റെ പരിസരത്ത് നിന്നും അകറ്റാൻ യോനാഥനും കുറച്ചുപേരും മെഴ്സിഡസ് ലാൻഡ് റോവർ കാറിലായി ഇവരുടെ ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. ഉടൻ തന്നെ ഉഗാണ്ടൻ സൈന്യത്തിന് കാര്യം മനസ്സിലായി, എങ്കിലും പ്രയോജനമുണ്ടായില്ല. തീവ്രവാദികളെയും ഉഗാണ്ടൻ സേനയെയും ഇസ്രയേലി സേന ക്ഷണനേരത്തിനുള്ളിൽ ചുട്ടരിച്ചു. ഏറ്റുമുട്ടലിൽ 3 യാത്രികർ മരണമടഞ്ഞു. ബാക്കിയുള്ളവരെ മോചിപ്പിച്ചു. സൈന്യത്തെ മുന്നിൽ നിന്ന് നയിക്കുകയും യാത്രക്കാരെ മോചിപ്പിക്കുകയും ചെയ്തുവെങ്കിലും യനി എന്ന് സുഹൃത്തുക്കൾ വിളിക്കുന്ന യോനാഥൻ നെതന്യാഹുവിന് അവരോടൊപ്പം സന്തോഷം പങ്കുവയ്ക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. നെഞ്ചത്ത് വെടിയേറ്റ യുദ്ധങ്ങളില്ലാത്ത ലോകത്തേക്ക് പോകുമ്പോൾ പ്രായം വെറും 30 വയസ്സ്. മൊസാദിന്റെ തൊപ്പിയിലെ പൊൻതൂവലായ ആ സംഭവം നടന്നിട്ട് 4 ദശാബ്ദം പിന്നിട്ടു. അടുത്ത കാലത്ത് ഇസ്രയേലുമായി നല്ല ബന്ധം ഇന്ത്യക്കുണ്ട്. സർജിക്കൽ സ്ട്രൈക്ക് അടക്കമുള്ള എല്ലാ കാര്യത്തിലും ഇന്ത്യക്ക് ഇസ്രയേലിന്റെ സൈനിക പിന്തുണ ഉണ്ട്. ഒപ്പം പരിശീലനവും ലഭിച്ചിരുന്നു. ജമ്മു കശ്മീരിൽ ഭീകരാക്രമണത്തിൽ 40-ലേറെ ജവാന്മാർ വീരമൃത്യു വരിച്ചപ്പോൾ എല്ലാ സഹായവുമായി ഓടിയെത്തത് ഇസ്രയേലായിരുന്നു. ഇന്ത്യയുമായി ഇസ്രയേൽ നല്ല ബന്ധം സൂക്ഷിക്കുന്നത് പോലെ തന്നെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുമായും മൊസാദിന് ദൃഢ ബന്ധമുണ്ട്.
മൊസാദും റോ തലവൻ അജിത് ഡോവലും ഒരുമിച്ച് ചേർന്നപ്പോൾ ആദ്യം പതറിയത് ചൈനയാണ്. പാകിസ്ഥാനെ മുൻനിർത്തി ഇന്ത്യക്കെതിരെ തയ്യാറാക്കിയ പദ്ധതികൾ മുഴുവൻ ചീട്ടുകൊട്ടാരം പോലെ തകർന്നപ്പോഴാണ് മൊസാദിന്റെ ശക്തി ചൈന തിരിച്ചറിഞ്ഞത്. പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള സൈനിക ബന്ധത്തിന്റെ വിവരങ്ങൾ ലഭിക്കാൻ സാക്ഷാൽ ഇന്ദിരാഗാന്ധി വരെ മൊസാദിന്റെ സഹായം തേടിയിട്ടുണ്ട് എന്നാണ് വിവരം. ലോകത്തെ പ്രമുഖ രാജ്യങ്ങളിലെല്ലാം മൊസാദിന്റെ ഏജന്റുമാർ ഉണ്ട് എന്നാണ് വിവരം. എന്നാൽ ആരാലും തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണം പ്രവർത്തന രീതികളിൽ ഇവർ വ്യാപൃതരാണ്. മൊസാദിന്റെ ചരിത്രം അങ്ങനെ തുടരുന്നു.